ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ജോസേട്ടായുടെ പെരുന്നാളിടി കാണാനായിട്ട്, അതായത് നമ്മുടെ ടർബോ റിലീസ് ചെയ്യാനായിട്ട്. ടർബോയുടെ റിലീസ് ഈ വരുന്ന മെയ് 23 ഈ വ്യാഴാഴ്ചയാണ്. സോ എന്തായാലും ഫസ്റ്റ് ഷോ 9 മണിക്ക് തുടങ്ങി കഴിയുമ്പോൾ നമുക്കറിയാം ഏകദേശം ടർബോയുടെ റിസൾട്ടും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. ഈ ടർബോന്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദുൽഖറിന്റെ വേഫെയറർ ഫിലിംസിനാണ്. അതായത് ദുൽഖറിന്റെ വേഫെയറർ ഫിലിംസ് ആണ് ടർബോന്റെ വിതരണം മൊത്തം എടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ സെന്റേഴ്സും ടർബോ കയ്യേറി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ഇതിന്റെ ഉദാഹരണം എന്ന് പറയാനായിട്ട് തൃശ്ശൂര് പ്രസ്റ്റീജ് ആയിട്ടുള്ള തൃശ്ശൂര് ജോർജേട്ടൻസ് രാഗത്തില് ഗുരുവായൂർ അമ്പലനടയിൽ നല്ല രീതിയിൽ കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ടർബോയ്ക്ക് നല്ല സ്പേസ് 3 ഷോ വെച്ച് ആ ദിവസം കിട്ടിയിട്ടുണ്ട്. മെയ് 23 മുതൽ 3 ഷോ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കോട്ടയം ഡിസ്ട്രിക്റ്റില് ഒരു ദിവസം മാത്രം 15 ഷോസ് ആണ് കളിക്കുന്നത്. സോ ദുൽഖറിന്റെ വേഫെയറർ ഫിലിംസ് ആണ് മെയിൻ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് കേരളത്തിൽ ഈ സിനിമ. നല്ല രീതിയിലുള്ള ഒരു തിയേറ്റർ ചാർട്ടിങ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ഡേ 1 ഒരു റെക്കോർഡ് കളക്ഷൻ, മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റെക്കോർഡ് കളക്ഷൻ തന്നെയായിരിക്കും ഡേ 1. അത് വേൾഡ് വൈഡ് ഗ്രോസ് വെച്ച് നോക്കുമ്പോഴും കേരള കളക്ഷൻ വെച്ച് നോക്കുമ്പോഴും അത്തരത്തിൽ തന്നെയായിരിക്കും. അതിലൊന്നും യാതൊരു മാറ്റില്ല. കാരണം പ്രീ സെയിൽസ് 1.25 കോടി രൂപ, അതായത് 2 കോടിയുടെ അടുത്തേക്ക് ഓൾമോസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ള ഒരു മമ്മൂട്ടി സിനിമയാണ് ടർബോ എന്നുള്ളത്. നമുക്കറിയാം മമ്മൂക്കയുടെ കുറച്ച് കാലങ്ങളായിട്ട് മമ്മൂക്ക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിനിമകൾ മാത്രമാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ കെയർ ഓഫിൽ വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു മാസ് മസാല എന്റർടൈനർ എന്നുള്ള ലെവലിൽ ടർബോ വരുന്നത്. ഒരു പക്ക മാസ് മസാല ആക്ഷൻ മൂവി എന്നുള്ള ലെവലിൽ ഫസ്റ്റത്തെ പടം തന്നെയാണ് ടർബോ. സോ എന്തുവായാലും ടർബോ എന്ന് പറയുന്നത് അവർക്കൊരു നല്ലൊരു ഇനീഷ്യൽ പുള്ളപ്പ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് സഹായിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്നത് കണ്ടല്ലേ, നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള സിനിമകൾ എന്താണെങ്കിലും ഒരു ഇൻഡസ്ട്രീനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതില് A to Z എന്ന് പറയുന്ന പോലെ പല കാര്യങ്ങളുണ്ട്. സിനിമയുടെ ടൈറ്റിൽ നെയിമിന് പ്രാധാന്യമുണ്ട്, ഡയറക്ടർക്ക് പ്രാധാന്യമുണ്ട്, റൈറ്റർക്ക് പ്രാധാന്യമുണ്ട്, അതിന്റെ ക്യാമറമാൻ എഡിറ്റിംഗ് തൊട്ട് എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. സോ അതാണ് ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് ടർബോ എന്നുള്ളത് നമുക്കറിയാം. കാരണം അതിന്റെ ഡയറക്ടർ വൈശാഖ ആയതുകൊണ്ടും നമ്മുടെ ട്രെയിലറൊക്കെ കണ്ട് ഇമ്പാക്ട് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടും. സോ എന്തൊക്കെ കളക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ കളക്ഷൻസ് ആണ് ഈ ടർബോ വരുമ്പോൾ വീഴുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇപ്പോ നമ്മൾ അറിയാം 2024 ഓൾമോസ്റ്റ് മലയാള സിനിമയ്ക്ക് സുവർണ കാലഘട്ടം എന്നാണ് പറയുന്നത്. 1000 കോടി രൂപ ടോട്ടൽ ഗ്രോസ് കഴിയുമെന്നാണ് പറയുന്നത് ഈ ഒരു 4-5 മാസം കൊണ്ട്. വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്, അതിലൊന്നും യാതൊരു തർക്കമില്ല. അതിലെല്ലാ നടന്മാരുടെ സിനിമകളും ഉണ്ട്. ഈവൻ പവി കെയർ ടേക്കർ വരെ 15 കോടി രൂപ ഗ്രോസ് വന്നിട്ടുണ്ട്. പവി കെയർ ടേക്കർ ആ സിനിമയ്ക്ക് വരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആണെങ്കിൽ പോയി അതിന് വരെ അതിൻ്റെതായിട്ടുള്ള ഒരു പങ്ക് ഈ മലയാള സിനിമയ്ക്ക് ഉണ്ട്. സോ പറഞ്ഞു വന്നത്, ഇപ്പോ മെയ് മാസത്തിലും നല്ല കളക്ഷനിലാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ ഓൾമോസ്റ്റ് ഇന്നലെ വരെ 41 കോടി രൂപയുടെ അടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈസി ആയിട്ട് 50 CR കിടക്കും. 50 CR കിടന്നൊരു 75 CR ഈസി ആയിട്ട് എത്തും. കാരണം ഫാമിലി റഷ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ആഴ്ചയിൽ ടർബോയും കൂടി വരുന്നു. പിന്നെ തലവൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നു. തലവൻ എത്രത്തോളം പോകും നമുക്കറിയില്ല. പക്ഷെ ടർബോയ്ക്ക് എന്തായാലും ഈ പറഞ്ഞ മാതിരി ഒരു ഹൈ ഇനീഷ്യൽ ക്രൂസ് എന്തായാലും ഉണ്ടായിരിക്കും. പോസിറ്റീവ് റിപ്പോർട്ട്സും കൂടി ആണെങ്കിൽ പറയണ്ട, വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ ഒരു ബോക്സ് ഓഫീസ് നായാട്ട് തന്നെയായിരിക്കും സിനിമ. അപ്പോൾ എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ടർബോയുടെ അപ്ഡേറ്റ്സും മറ്റുള്ള അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമാ വാർത്തകൾ നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ച് വർക്കും ബിസി ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഞാൻ തിക്കും തിരക്കും പോണത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.